അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ലീഗ് സെക്രട്ടറി ഇപ്പോൾ ടെലിഫോണിൽ പ്രതികരിക്കാൻ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ലീഗിൽ നിന്നും ശക്തമായ ഒരു പ്രതികരണം ആദ്യമായി വന്നിരിക്കുന്നത് അങ്ങിൽ നിന്നാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നു. അപ്പോൾ അത് ലീഗിന്റെ പൊതു നിലപാടായി അതിനെ കാണേണ്ടതുണ്ടോ, അതോ വ്യക്തിപരമായ അഭിപ്രായമാണോ? അല്ല, ഞാൻ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഈ മോറൽ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് ലൈഫിൽ, അതിന് തർക്കമൊന്നുമില്ല. ആ വാല്യൂസ് പ്രൊജക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നെസസറിയാണ് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ. അതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇരിക്കുന്ന പദവികളൊന്നും ഹോൾഡ് ചെയ്യുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമാണ്. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞത് മറ്റിതര പദവികൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഓരോ സമയത്ത് വേണ്ട ന്യായീകരണങ്ങൾ പറയുന്നതിൽ കഴമ്പില്ല. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം, ഇന്നലെ ഒരിക്കലും ഒരു ചർച്ചയിലിരിക്കുന്ന ഒരു സ്ത്രീയോട് വളരെ മോശമായിട്ട്, കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പറയണം അതിന് തർക്കമൊന്നുമില്ല, പറഞ്ഞോളൂ. പക്ഷെ സ്ത്രീകളിരിക്കുമ്പോൾ മര്യാദ കാണിക്കുക. അവസരം ആ സ്ത്രീ ആ ചർച്ചയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് അഭിഭാഷകൻ അവർ ഇറങ്ങി പോകേണ്ടി വന്നു. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇതൊക്കെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഇഷ്യൂ ആണ്. ഇത്തരം ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്കാകാം, പക്ഷെ അത് പൊതുപ്രവർത്തകർ എന്നുള്ള ലേബൽ ഒന്നും ഉണ്ടാകരുത്. കാരണം നമ്മൾ ആൻസറബിൾ ആണ് ജനങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ എല്ലാവരും തന്നെ, ഇപ്പൊ മന്ത്രിമാരായിരിക്കുന്ന ആളുകളുണ്ട്, MLA-മാരായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, പല പദവികളിലിരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഓരോന്നിന്റെയും തീവ്രതയൊന്നും നോക്കേണ്ടതൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ലാൽ ബഹദൂർ ശാസ്ത്രി, VK കൃഷ്ണമേനോൻ തുടങ്ങിയ ആളുകളൊക്കെ രാജിവെച്ചിരുന്നതിന്റെ റീസൺസ് എന്തായിരുന്നു? അത് ട്രെയിൻ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെക്കുന്നു, VK കൃഷ്ണമേനോൻ രാജിവെച്ചു. എത്രയോ പേര് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ വാല്യൂസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇത് വരുമ്പോൾ അതിന് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ നടപടി സ്വീകരിക്കണമെന്നുള്ളത് എന്റെ പേഴ്സണൽ വ്യൂ ആണ്. ആ വ്യൂ ഞാൻ എക്സ്പ്രസ് ചെയ്തതാണ്. അതുപോലെ തന്നെ പക്ഷേ ലീഗ് ഒരു പൊതു നിലപാട് പറയാൻ വൈകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാക്കൾ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. അവരുടെ കോൺഗ്രസ് പാർട്ടി അതിനൊരു തീരുമാനമെടുക്കുമ്പോൾ അത് തർക്കവുമില്ല, അവരുടെ തീരുമാനം അവർ പറയും. 2-3 ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. ഒന്ന്, ഒരു പുതിയ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. 7 മാസത്തിനകം നോട്ടിഫിക്കേഷൻ വരും. ഇൻ ദ മീൻ ടൈം ഇവിടെ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ. അതിനിടയ്ക്ക് ഒരു ഇലക്ഷൻ അവിടെ നടത്താൻ കഴിയില്ല. കോൺസ്റ്റിറ്റ്യുവൻസി 100% ആയി പോകുന്നു. ഇതൊക്കെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ ഈ ആസ്പെക്ട്സും, അതിന്റെ ലീഗൽ ആസ്പെക്ട്സും അതിന്റെ കോൺസിക്വൻഷ്യൽ പൊളിറ്റിക്കൽ ഇമ്പാക്ട്സും ഒക്കെ നോക്കാം. അത് പറയുന്നത് പാർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടം ലാഭമൊന്നുമല്ല. റീസെന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ബൈ ഇലക്ഷൻ വന്നു. ഇനി ഒരു ബൈ ഇലക്ഷന് ഇപ്പോഴത്തെ കണ്ടീഷൻ നിയമപരമായി ബുദ്ധിമുട്ടാണ്, നടത്തിയെടുക്കാൻ കഴിയില്ല. ഇവന് പിരിമേഡ് ഇപ്പോൾ 100% ആയിട്ട് നിൽക്കുകയാണ്. അത്തരം സാഹചര്യത്തിൽ കുറെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ. അത് കോൺഗ്രസ് എടുക്കണമല്ലോ. അത് എടുക്കുന്ന കാര്യം, അതിന് കോൺഗ്രസ് പാർട്ടി എടുക്കാൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ലീഗ് പറയുന്നതിനകത്തൊരു അനൗചിത്യം ഉണ്ടോകൊണ്ടായിരിക്കാം ലീഗ് അതിനെക്കുറിച്ച് പറയാൻ, എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും മറ്റു ഘടകകക്ഷികളൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കപ്പെടും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പ്രതികരിച്ചതിന്.